ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇന്ന് ഏറ്റവും അധികം ഭീകരമായ രീതിയിൽ നമ്മുടെ യുവജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിന്തറ്റിക് ഡ്രഗുകളെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ഡ്രഗ് MDMA എന്ന് പറയുന്ന ഡ്രഗാണ്. അത് ഒരേ സമയം സ്റ്റിമുലൻറ്റുമാണ്, ഹലുസിനോജനുമാണ്. എന്ന് പറഞ്ഞാൽ ഹലുസിനേറ്റ് ചെയ്യിപ്പിക്കുക മാത്രമല്ല, ഭയങ്കര ഒരു സ്റ്റിമുലേഷനും തരും. MDMA ഉപയോഗിച്ച് ഒരുപാട് മക്കൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടതിൻ്റെ വലിയ ഭാരത്തോടെയാണ് നിങ്ങളോടിത് പറയുന്നത്. ഒരുപാട് മക്കളെ ഞാൻ കാണാനായിട്ടിടയായി. ഹെറോയിൻ ഉപയോഗിക്കുന്ന മക്കളേക്കാൾ, കൊക്കൈൻ ഉപയോഗിക്കുന്ന മക്കളേക്കാൾ, LSD സ്റ്റാമ്പ് ഉപയോഗിക്കുന്ന മക്കളേക്കാൾ MDMA ഉപയോഗിക്കുന്ന മക്കളുടെ എണ്ണം വളരെ വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പാർട്ടി ഡ്രഗുകളാണ് MDMA ഒക്കെ. റേവ് പാർട്ടികളിലെല്ലാം ഉപയോഗിക്കുന്ന ഡ്രഗാണ് പലപ്പോഴും MDMA. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, MDMA എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന ഭീകരമായ അവസ്ഥയിൽ തലച്ചോറും മാനസിക പ്രവർത്തനങ്ങളും തകരാറിലായിപ്പോയ ഒരുപാട് മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ സമയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു വേദന അനുഭവിക്കുന്ന കൂട്ടരാണല്ലോ ഈശോയെ ഇവർ. വലിയ വേദന, ചിന്തിക്കാൻ പറ്റില്ല. ഒരു പ്രതീക്ഷ പോലും ബാക്കിയില്ലാത്ത വിധത്തിൽ തകർന്നു പോയ ആളുകളാണ്. തമ്പുരാനെ, ഈ സമയം അങ്ങയുടെ സഹായം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. അങ്ങേക്ക് മാത്രം ഇടപെടാൻ സാധിക്കുന്ന, അങ്ങ് മാത്രം അനുഗ്രഹിച്ചാൽ വിടുതൽ കിട്ടുന്ന ഈ മക്കളുടെ ജീവിതത്തിലേക്ക്, ഇവരുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് അഭിഷേകമായി ഇറങ്ങി വരണമേ, ഒന്ന് രക്ഷിക്കണമേ എന്ന് ഹൃദയം നുറുങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് സിന്തറ്റിക് ഡ്രഗുകളെ കുറിച്ചാണ്. ഡ്രഗുകളായിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് MDMA എന്ന് പറയുന്ന ഡ്രഗിനെ കുറിച്ചിട്ടാണ്. 1910 ആ സമയങ്ങളിലാണ് MDMA എന്ന് പറയുന്ന ഈ സാധനം കണ്ടുപിടിക്കുന്നത് തന്നെ. 1980 ആകുമ്പോഴേക്കും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഉപയോഗം തുടങ്ങി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ആളുകൾ, ഈ കുട്ടികൾ ഈ MDMAയിലേക്ക് അട്രാക്റ്റഡ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, MDMA ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വളരെ ചെറിയ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് 1 ഗ്രാമൊക്കെ ഒരു ഗ്രാമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ കൂടിയ അളവാണ്. MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്കുണ്ടാവുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 ദിവസത്തേക്ക് ഭയങ്കര ഒരു ഉന്മേഷമായിരിക്കും. അതാണ് MDMA ഉപയോഗിക്കാനുള്ള. ഹലുസിനേറ്റ് ചെയ്യുന്നത് ഒരു വശം, രണ്ടാമത്തെ അതിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉന്മേഷം കിട്ടും. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഉറങ്ങണ്ട. ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യുകയാണെന്ന് വിചാരിക്കുക, പഠിക്കുകയാണെന്ന് വിചാരിക്കുക. കുട്ടികൾ അട്രാക്റ്റഡ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന ഒരു കുട്ടിയാണ്, എൻട്രൻസ് എക്സാം നല്ല മാർക്കോടുകൂടി ജയിക്കണം, ഉറങ്ങാതിരുന്ന് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ മറ്റ് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ട് MDMA ഉപയോഗിക്കുന്നൊരവസ്ഥ. എൻ്റെ സഹോദരങ്ങൾ, ഏത് മെഡിക്കൽ കോളേജാണെന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കില്ല, നിങ്ങൾ വിഷമം വിചാരിക്കരുത്. ഒരു മെഡിക്കൽ കോളേജിലത്തെ ടീം എൻ്റെ അടുത്ത് പങ്കുവയ്ക്കാനായിട്ട് വന്ന ഒരു സംഭവം ഇതാണ്. നല്ല മിടുക്കരായിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസാണ് ആ മെഡിക്കൽ കോളേജിലേക്ക് വന്നത്. അവർ പല കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിച്ച് നമ്പർ 1 ആയിരുന്ന, അതുപോലെ 100 ആ റേഞ്ചിലൊക്കെ നിന്ന് മാർക്ക് കിട്ടിയ കുട്ടികൾ വന്നിട്ടുള്ള ആ മെഡിക്കൽ കോളേജിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം സംഭവിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്ന കുട്ടി സെക്കൻഡ് ഇയർ അവസാനമാകുമ്പോഴേക്കും ലാസ്റ്റ് റാങ്കിലേക്ക് പോയി. അപ്പോൾ അവിടുത്തുള്ള പ്രൊഫസേഴ്സിനെല്ലാം ഒരു സംശയമായി. അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേർക്ക് ഇനി ഇവരെ തലച്ചോറൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ഇവർ MDMA എന്ന് പറയുന്ന ലഹരി
ഉപയോഗിക്കുന്ന മക്കളായിരുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു വേദന ഇത് കണ്ടുപിടിച്ച ആളുകൾക്ക്, ഡോക്ടേഴ്സിന്. അതുകൊണ്ടാണ് അവരെൻ്റെ അടുത്ത് പങ്കുവയ്ക്കാനായിട്ട് വന്നത്. ഇവർ അന്വേഷിച്ച് വന്നപ്പോൾ എന്താണെന്നറിയാമോ, ഇവർ ആദ്യം ഉപയോഗിച്ചത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന സുഖം കണ്ടിട്ട് മാത്രമല്ല, ഇവർ 2-3 ദിവസമൊക്കെ ഉറങ്ങാതിരുന്ന് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ലഹരി ആദ്യമായിട്ട് ഉപയോഗം തുടങ്ങിയത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ, ഈ പിള്ളേർ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്ന് ആലോചിക്കണം. സെക്കൻഡ് ഇയർ അവസാനിക്കുമ്പോഴേക്കും ലാസ്റ്റ് റാങ്കായി, പിന്നെ പഠിച്ച് കയറാൻ പറ്റണില്ല. ഇവരുടെ മനസ്സാകെ അലങ്കോലമായി, ഇവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങി. എൻ്റെ അടുത്ത് MDMA ഉപയോഗിച്ച് വന്നൊരു പയ്യൻ, അവൻ എന്നോട് പറയാം, അവൻ ഓൾട്ടർ ബോയ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്ക് സ്വർഗസ്ഥനായി ചെല്ലാൻ പറ്റണില്ല. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന കേട്ടപ്പോൾ അവൻ പറയും, ഇത് എവിടെ കേട്ടിട്ടുണ്ട് ഈ പ്രാർത്ഥന, എവിടെ കേട്ടിട്ടുണ്ട്, എനിക്ക് ചെല്ലാൻ പറ്റണില്ല, എവിടെ കേട്ടിട്ടുണ്ട്, എൻ്റെ ഓർമ്മയിൽ എവിടെയുണ്ട്, പക്ഷേ എനിക്ക് ചെല്ലാൻ പറ്റണില്ല. സ്വർഗസ്ഥനായ പിതാവ് വരെ ആദ്യം തുടങ്ങി പഠിക്കേണ്ട ഒരവസ്ഥ വന്ന MDMA ഉപയോഗിച്ചൊരു മകൻ്റെ കാര്യം ഒരു മകൻ എന്നോട് പങ്കുവെച്ചതാണ്. അച്ഛൻ, ഞാൻ ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ ജോലിയിൽ കുറച്ച് അധികം ജോലി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, എടാ ഈ സാധനം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തേക്ക് നിനക്ക് പിന്നെ ചിന്തിക്കേണ്ട, നിൻ്റെ കണ്ണ് അങ്ങ് വികസിക്കും. കഞ്ചാവൊക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങ് ചുരുങ്ങി പോവാണെന്ന് വിചാരിക്കുക. MDMA ഉപയോഗിക്കുമ്പോൾ കണ്ണിന് എന്താ സംഭവിക്കാമെന്നറിയോ, കണ്ണ് വികസിക്കും, കണ്ണങ്ങ് വിടർന്ന കണ്ണുകളാവും അവരുടെ. എത്ര ദിവസത്തേക്ക്? 2-3 ദിവസത്തേക്ക്. അങ്ങനെ അവൻ ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പിന്നെ അതിൻ്റെ അഡിക്റ്റായിട്ട് അങ്ങ് മാറി. അപ്പം MDMA, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് ആളുകൾ ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അത് മാത്രമല്ല, കഞ്ചാവ് ഉപയോഗിച്ച് കുറേ നാളുകൾ കഴിയുമ്പോൾ കൂട്ടുകാർ പറയുന്നതിനൊരു കിക്കില്ലടാ, അതാണ് നീ MDMA ഉപയോഗിച്ച് തുടങ്ങിക്കോ. അപ്പോൾ വീണ്ടും MDMA ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പാർട്ടികളൊക്കെ ചെന്നിട്ട് ഒരു രാത്രി മുഴുവൻ നൃത്തം പിള്ളേർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വീട്ടിലൊരു പണി പോലെ അവർക്ക് ചെയ്യുമ്പോൾ മടുപ്പാണ്, അടിച്ചു വരാൻ പറ്റണില്ല, അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്യാനുണ്ട്, അത് ചെയ്യാൻ പറ്റണില്ല. പക്ഷേ ഈ ചില നൃത്ത പരിപാടികളിൽ ചെന്ന് കഴിഞ്ഞാൽ ബോധമില്ലാതെ തുള്ളുന്ന ആളുകൾ 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, 3 അല്ല, 4 അല്ല, 10 മണിക്കൂർ നിന്ന് തുള്ളുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? അവർ ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഈ ഉത്തേജക മരുന്നുകൾ, MDMA പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തുള്ളാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ തലച്ചോറ് ചണ്ടി പോലെയാവും. ചണ്ടി പോലെ ആവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉപകാരമില്ലാത്ത തലച്ചോറാവും. എൻ്റെ കൂടെ ഒരു മകൻ കുറേ വർഷങ്ങൾ, 2 വർഷം MDMA ഉപയോഗിച്ചൊരു മകൻ എൻ്റെ കൂടെ നിന്ന് താമസിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തൊരു നല്ല സ്വഭാവമായിരുന്നു എന്നറിയാമോ? 2 വർഷം അവൻ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ട്, 2 വർഷം ഉപയോഗിച്ചിട്ട് 1 വർഷം എൻ്റെ കൂടെ താമസിച്ച ആ മകൻ ഇപ്പോഴും ശരിയായിട്ടില്ല. അവനിപ്പോൾ ഓർമ്മ ശരിയായിട്ടില്ല. അവന് എല്ലാ കാര്യങ്ങളും റെസ്പോൺസൊക്കെ ഭയങ്കര സ്ലോ ആയി. ഉറക്കം ഇല്ല, ഉറങ്ങിക്കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ കറക്റ്റ് സമയത്ത് അവന് സാധിക്കുന്നില്ല. അവൻ്റെ ആകെ ലൈഫ് 1 വർഷം കഴിഞ്ഞിട്ടും, അവൻ്റെ വർഷം 1 കഴിഞ്ഞിട്ടും അവൻ്റെ ലൈഫ് ഇപ്പോഴും ഡിസോർഡറായിട്ടാണ് ഇങ്ങനെ പോണത്. ഇതാണ് MDMAയുടെ പ്രശ്നം. തുടക്കം ഭയങ്കര ഒരു ഹൈപ്പാണ്, പിന്നെ അങ്ങ് താഴേക്ക് വരും. അപ്പോൾ ഞാൻ MDMAനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മറ്റ് ഡ്രഗുകളെക്കുറിച്ച് പൊതുവിൽ അങ്ങ് സംസാരിക്കാം. ഹാൻഡ്സ് തുടങ്ങി മറ്റെല്ലാ ഡ്രഗുകളെയും കുറിച്ച് ഞാൻ പൊതുവിലൊന്ന് സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ MDMA ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം പൊതുവെ കൂടുതലാണ്. അതുകൊണ്ടാണ് MDMA പറയുന്നത് കേട്ടോ. MDMA ഉപയോഗിച്ചവരെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാം? ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഒന്നാമത്തെ കാര്യം, ശാരീരിക ലക്ഷണങ്ങളാണ് ആദ്യം എപ്പോഴും ഞാൻ പറയുക. ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് ശാരീരിക ലക്ഷണങ്ങൾ. ശരീരത്തിൽ എന്താണ് സംഭവിക്കുക? ഒന്നാമത്തെ ലക്ഷണം എന്താണെന്നറിയാമോ? ഒന്നാമത്തെ ലക്ഷണം, ഇവർ അമിതമായി വിയർക്കാൻ തുടങ്ങും. ഈ MDMA ഉപയോഗിച്ച് ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിയർപ്പ്, അമിതമായിട്ടുള്ളൊരു വിയർപ്പ് ഇവർക്കുണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരുടെ പല്ലിങ്ങനെ കടിക്കാനൊക്കെ തുടങ്ങും. ഇങ്ങനെ കടിക്കില്ലേ, അങ്ങനെ പല്ല് കടിക്കാൻ തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ പല്ല് ദ്രവിച്ചു തുടങ്ങും. MDMA ഉപയോഗിച്ച മക്കളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, മിക്കവാറും ആളുകളുടെ പല്ല് പൊട്ടിപ്പോവുകയോ ദ്രവിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ട്. അതായത് പല്ല്, ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ പല്ലുകളല്ല, പലപ്പോഴും ഉള്ളിലുള്ള പല്ലാണ്. മൂക്കിൽ കൂടെ വലിക്കുകയാണ് അവർ ചെയ്യണത്, പക്ഷെ ഉള്ളിലുള്ള പല്ലുകളൊക്കെ ദ്രവിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിരിച്ചു കഴിയുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഉള്ളിലുള്ള പല്ലൊക്കെ ആയിരിക്കും ദ്രവിച്ച് തുടങ്ങാനായിട്ടുള്ള സാധ്യതയുള്ളത്. മൂന്നാമതായിട്ട് ഈ MDMA ഉപയോഗിക്കുന്ന ആളുകളുടെ കണ്ണ് വികസിക്കും. ഭയങ്കര ഉഷാറായിരിക്കും അവർക്ക്. അവരുടെ കണ്ണൊക്കെ വികസിച്ച് ഭയങ്കര താല്പര്യം, ഭയങ്കര ഇൻട്രസ്റ്റ്, ഇപ്പോൾ ചെയ്യുന്ന ജോലിയോടൊക്കെ
ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണെന്ന് വിചാരിക്കുക. MDMA അടിച്ച് കഴിയുമ്പോൾ അവന് ആ ജോലി ചെയ്യാൻ വരെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അവൻ്റെ കണ്ണിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ MDMA ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി അവരുടെ റൂം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, MDMA ഉപയോഗിക്കുന്ന ആളുകളുടെ റൂം ചെന്ന് വെറുതെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ റൂം ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഒരു 5-10 ക്രെഡിറ്റ് കാർഡൊക്കെ കാണാം. അവരുപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡൊന്നും ആയിരിക്കില്ല അത്. ചുമ്മാ ക്രെഡിറ്റ് കാർഡുകളെല്ലാം കിട്ടുന്നതൊക്കെ അവർ കളക്ട് ചെയ്യും. അവരുടെ സംഭവം ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡിലാണ് അവർ വരയുണ്ടാക്കുക. അതായത് ഇങ്ങനെ വരയിടും. വരയിട്ടിട്ടാണ് മൂക്കിലിങ്ങനെ വലിച്ചു കയറ്റുക. അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ, ഉപയോഗിക്കാത്ത ക്രെഡിറ്റ് കാർഡുകളുടെ ഒരു ശേഖരമൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സാധനങ്ങൾ അവർ വരുന്നുള്ള ആളുകളായിരിക്കാം. പിന്നെ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വായ വരളാൻ തുടങ്ങും. വായ വരളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ മൗത്ത് എന്ന് പറഞ്ഞാൽ ഒരു വരണ്ട വായ ആവുന്നൊരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഈ MDMA ഉപയോഗിക്കുന്ന ആൾ ഒരുപാട് വെള്ളം കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ കാരണം വായ അവരുടെ വരളും. വർത്തമാനം പറയുമ്പോഴേക്കും ഷുഗർ വരുമ്പോൾ വായ വരളും കേട്ടോ, ഷുഗറുള്ള ആളുകളുടെ. അത് കാരണം വായ വരണ്ടു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് MDMA ഉപയോഗിക്കാനാണ് അവനെന്ന് പറയുന്നേക്കരുത്. അവന് ഷുഗറൊന്നുമില്ല, വേറെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല, എന്നിട്ടും അവൻ്റെ വായ വരളുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ ഒരു ഡ്രഗ് അവൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. MDMA ആവണമെന്ന് നിർബന്ധമില്ല. MDMA ഉപയോഗിക്കുന്നവർക്കും വായ വരളുന്ന അവസ്ഥ ഉണ്ടാകാം. ഇതാണ് ശാരീരികമായിട്ടുള്ള ഒരു കാര്യം. ഇനി മാനസികമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര എനർജി ആയിരിക്കും അവർക്ക്. ഇപ്പോൾ MDMA ഉപയോഗിച്ചിട്ടൊരാൾ ആദ്യ കാലഘട്ടങ്ങളിൽ കേട്ടോ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ മാറും. അത് ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. ആദ്യ കാലഘട്ടങ്ങളിൽ MDMA ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ. ഇതുവരെ അടിച്ചു വാരാൻ ഇൻട്രസ്റ്റ് ഇല്ല, റൂമൊന്നും അടിച്ചു വാരാൻ ഇൻട്രസ്റ്റ് ഇല്ല. MDMA അടിച്ചവനെ അടിച്ചു വാരി തുടങ്ങി കഴിഞ്ഞാൽ അവൻ പാട്ടൊക്കെ പാടി ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് റൂം അടിച്ചു വരും. ജോലിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചെയ്യും. വർത്താനം പറയണതൊക്കെ ഉണ്ടല്ലോ, പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടാൽ പോയിട്ട് ഷെയ്ക്കിൻ്റെ കൊടുത്ത് ഹലോ ഹൗ ആർ യു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ. അവൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷനുള്ള കപ്പാസിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അത് 2 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഇതങ്ങ് അങ്ങ് ഹൈപ്പ് ചെയ്യും. 3 തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററും അതുപോലെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഇത് കാരണം എന്താണെന്നറിയാമോ, അവരുടെ ബന്ധങ്ങൾ ഒരു ഭയങ്കര മൂഡായിരിക്കും ഇവർക്ക്. ഭയങ്കര ഒരു വൈബാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഭയങ്കര വൈബായിരിക്കും. അപ്പോൾ ഡാൻസൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇവർ ഭയങ്കര എനർജറ്റിക്, യങ്, യൂത്ത്ഫുൾനെസ് അങ്ങനെയൊക്കെ തോന്നി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെയാണ് ആദ്യം. എന്നാൽ ഇതിൻ്റെ കിക്ക് കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു വരും. സാധാരണ ഞങ്ങൾ പറയാറുള്ളത് 3 ദിവസമാണ് ഇതിൻ്റെ കിക്ക് നിൽക്കുക. ഞായറാഴ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച ഇതിൻ്റെ കിക്ക് അങ്ങ് കുറഞ്ഞു തുടങ്ങും. കിക്ക് കുറഞ്ഞ് തുടങ്ങിക്കഴിയുമ്പോൾ ഇവരുടെ രൂപം അങ്ങ് മാറും. ഇവർക്ക് ആകെ ക്ഷീണം വരും, ഒരു വിഷാദം വരും. ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്തിരുന്ന ആൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം, വയ്യായ, ഉറങ്ങാൻ പറ്റില്ല ഇവർക്ക്. കണ്ണിങ്ങനെ ആദ്യം വിടർന്ന കണ്ണൊക്കെ ഉണ്ടായിരുന്ന കണ്ണ് ഇങ്ങനെ കൂമ്പി തുടങ്ങും. കണ്ണ് കൂമ്പും, പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അവർ ഉറങ്ങാനായിട്ട് ചിലപ്പോൾ അവർക്ക് കഞ്ചാവ് വലിക്കേണ്ടി വരും, അല്ലെങ്കിൽ മദ്യം കഴിക്കേണ്ടി വരും, ഡിപ്രസൻ്റ് കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്ക് ഉറക്കം കിട്ടില്ല, ഉറക്കമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും ഇവർ മാറും. അപ്പോൾ ഈ വേരിയേഷൻ നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ, മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, സാധാരണ നിലയ്ക്ക് ഈ MDMA ഉപയോഗിക്കുന്ന ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം ഓട്ടവും അവർ ഞായറാഴ്ച പോയിട്ട് അവർ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് വരുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞായറും തിങ്കളും ഒക്കെ ചിലപ്പോൾ ശനി ഞായറും ചിലപ്പോൾ അവർ അടിച്ചു പൊളിക്കും. വെള്ളി വൈകുന്നേരം തുടങ്ങി ശനി ഞായർ അടിച്ചു പൊളിച്ചിട്ട് ഞായറാഴ്ച കഞ്ചാവും മദ്യമൊക്കെ അടിച്ച് കിക്കായി കിടന്നുറങ്ങി പിറ്റേ ദിവസം ഒന്നും സംഭവിക്കാത്ത പോലെ വീട്ടിലേക്ക് വരും. 2 ദിവസത്തെ ഈ 2 ദിവസമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതിൻ്റെ ഇത് നിൽക്കുക. 3-ാമത്തെ ദിവസം ആകുമ്പോഴേക്കും അവർ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രത്യേക ക്ഷീണവും വയ്യായും ഒക്കെ അവർ പറയും, വേദന അവർ പറയും, ഒരു തരം നിരാശ, വിഡ്രോവൽ അവർ കാണിക്കാനായിട്ട് തുടങ്ങും, ഓർമ്മക്കുറവ്, കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഓർമ്മക്കുറവൊക്കെ ഉണ്ടായി തുടങ്ങും. ഇതാണ് ആരംഭഘട്ടത്തിലുള്ള MDMA ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള. കുറച്ച് നാളുകൾ MDMA ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ? ഭയങ്കരമാണത്. അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നല്ല ഓർമ്മയുണ്ടായിരുന്ന, ബുദ്ധി ഉണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മെഡിക്കൽ സ്റ്റുഡൻസ്, അങ്ങനെയുള്ള ആളുകൾ വലിയ ഓർമ്മക്കുറവ് കാണിക്കും. ഒരു ഓർമ്മയും അവർക്ക് ഉണ്ടാവില്ല. എൻ്റെ അടുത്തേക്ക് വന്ന ഒരു മകനെ ഞാൻ ഓർക്കുകയാണ്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അവൻ്റെ പൊതുവെയുള്ള അവൻ്റെ സ്വഭാവം വളരെ നല്ല സ്വഭാവമാണ്.
വളരെ നല്ല സ്വഭാവമാണ്. പക്ഷെ ഒന്നും ഓർമ്മയില്ല അവൻ്റെ അടുത്ത്. അപ്പോൾ അവനോട് നമ്മൾ പറയാം, എടാ നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ അതുവരെ പ്രോസസ്സ് ചെയ്ത് അവൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെടുത്തി അവൻ്റെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അവന് പറ്റുന്നില്ല MDMA ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട്. ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഈ MDMA നമ്മുടെ നാട്ടിൽ കിട്ടുന്ന MDMA എല്ലാം പ്യുവർ അല്ല എന്നാണ് പറയപ്പെടുന്നത്. പല സാധനങ്ങളും മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് കിട്ടുന്ന MDMA എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഞാൻ ന്യായം പറയുകയോ ഒന്നുമല്ല, മറിച്ച് അതിൻ്റെയും പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു മകൻ ഏകദേശം 1 വർഷം MDMA ഉപയോഗിച്ച ഒരു മകൻ, അവൻ്റെ ഓർമ്മശക്തി പോയി, ഡിപ്രഷൻ, അവന് സിവിയറായിട്ടുള്ള ഡിപ്രഷൻ. ഞാനവന് പള്ളിയിലേക്ക് അവനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്കും ഇതേ പ്രശ്നം തന്നെയുണ്ട്. അവർക്ക് മൈക്കിൻ്റെ സ്വരം കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവൻ MDMA കഞ്ചാവൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മൈക്കിൽ കൂടെ അവർ പള്ളിയിലേക്ക് വരില്ല അവർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ മൈക്കിൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ഫീലിംഗ് എന്താണെന്നറിയാമോ? അവരുടെ തല ഒരാൾ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കുന്ന അനുഭവമാണ് അവർക്ക് ഉണ്ടാവുക. നിങ്ങളുടെ ആരെങ്കിലും MDMA കഞ്ചാവൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ പള്ളിയിൽ വന്നിട്ട് തല പെരുക്കുന്ന പോലെ, ഈ അച്ഛൻ എന്താ പറയണേ, മൈക്ക് എന്തൊരു ഒച്ചയാ, തല പൊളിയുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വക സാധനങ്ങൾ അയാൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവരിങ്ങനെ താഴേക്ക് പോകും അവരുടെ ലൈഫ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഭയങ്കര ഉന്മേഷമായിരുന്നു, അതിൻ്റെ കിക്ക് കുറയും തോറും അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു MDMA ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാക്സിമം എത്ര കൊല്ലം ജീവിക്കാൻ പറ്റും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം അവന് ക്വാളിറ്റി പരമായി ജീവിക്കാൻ പറ്റുന്ന സമയം ഏകദേശം 1 കൊല്ലമാണ്. 1 കൊല്ലത്തിനുള്ളിൽ അവൻ്റെ തലച്ചോറ് ചണ്ടിയായി തുടങ്ങും. ഒരു ഉപകാരമില്ലാത്ത തലച്ചോറായിട്ട് അവൻ്റെ തലച്ചോറ് മാറിത്തുടങ്ങും. ഇതാണ് MDMAയുടെ പ്രത്യേകത. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഈ MDMA ഉപയോഗിക്കുന്നവരെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയിലേക്കാണ് പ്രവേശിക്കുന്നത്. കാരണം 1 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും ആവില്ല. നമ്മൾ വിചാരിക്കുക 1 മാസം ഒന്നും അവനൊരു ഡി-അഡിക്ഷൻ സെൻറ്ററിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. WHO കണക്കനുസരിച്ച് 100 പേരെ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നവരിൽ, ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളിൽ 2% ആളുകൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്. MDMA ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതിലും കുറവായിരിക്കും. ഭയങ്കര പാടാണ് തിരിച്ചു കൊണ്ടുവരാനായിട്ട്, ഭയങ്കര പാടാണ്. ഏറ്റവും ബുദ്ധിമുട്ട് ഞാൻ കണ്ടിരിക്കുന്ന സാധനം ഹെറോയിനാണ്. ഹെറോയിൻ ഒരു ഓപ്പിയോയിഡ് എന്ന് പറയുന്ന, ആദ്യത്തെ സെഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഓപ്പിയോയിഡ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരു സാധനമാണ് ഹെറോയിൻ, മോർഫിൻ. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു അഡിക്ഷനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട്. അത് സിറിഞ്ച് കൊണ്ട് കുത്തി കയറ്റുന്ന ഹെറോയിൻ ഉണ്ട്, അതല്ലാതെ വേറെ പല രീതിയിൽ ഉപയോഗിക്കുന്ന ഹെറോയിനൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ടാബ്ലറ്റ് വരെ കിട്ടാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര പാടാണ്. ഞാൻ ഏറ്റവും അധികം വികാര വിക്ഷോഭം കണ്ടിരിക്കുന്നത് LSD, സ്റ്റാമ്പ്, ആസിഡ് ഉപയോഗിക്കുന്ന കുട്ടികളിലാണ്. ഏറ്റവും വികാര വിക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സന്തോഷം, പെട്ടെന്ന് കരയും, പെട്ടെന്ന് ദേഷ്യപ്പെടും, അത് കഴിഞ്ഞ് പെട്ടെന്ന് ശാന്താവും, പെട്ടെന്ന് പ്രാർത്ഥിക്കും. ഇതെല്ലാം പെട്ടെന്ന് സെക്കൻഡ് വെച്ചിട്ട് അങ്ങ് മാറും. അത് ഏത് കാറ്റഗറിയാണെന്ന് അറിയോ? സ്റ്റാമ്പ് ഉപയോഗിക്കുന്ന ആളുകളിലാണ്. നമ്മൾ ഈ പാർട്ടികളിലൊക്കെ പോകുമ്പോൾ വളരെ റെയറായിട്ടാണ് ആളുകൾ LSD, സ്റ്റാമ്പൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ, ആസിഡ് ഉപയോഗിക്കുന്നുള്ളൂ. ആസിഡ് ഈ സ്റ്റാമ്പിൽ വെച്ചിട്ട് അത് ഇങ്ങനെ വെക്കുകയാണ് ചെയ്തത്. മണമില്ല, രുചിയില്ല, ഒന്നുമില്ല, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൂല. ഈ സാധനമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾക്ക് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല, പിന്നെ എന്ത് ചെയ്താലും അറിയില്ല. നിശാ പാർട്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രഗാണിത്. പെൺകുട്ടികളൊക്കെ നിശാ പാർട്ടികൾക്കൊക്കെ പോകുമ്പോൾ പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? വിടാതിരിക്കുകയാണ് നല്ലത്. വിട്ടുകഴിഞ്ഞാൽ നമുക്കറിയില്ല ആ നിശാ പാർട്ടികളിൽ ഈ വക സാധനങ്ങളുണ്ടോ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വരുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കടമ നമ്മുടെയാണ്. കഴിക്കുന്ന കൊക്കക്കോളയിൽ ഇട്ട് കൊടുത്താൽ മതി, ബോധം പോയി, ആൾ കിക്കാവും. പിന്നെ 12 മണിക്കൂർ നേരത്തേക്ക് എന്താ എങ്ങനെയാണെന്ന് അറിയില്ല. വികാരങ്ങൾ അതുപോലെ മാറി മറിയും. അതുപോലെയാണ് മാജിക് മഷ്റൂം എന്ന് പറയുന്ന സാധനം. ചില ആളുകൾ പറയാം നാച്ചുറലാണ്, ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് കഴിച്ചിട്ടാണ് എനിക്ക് ഈ സുബോധം ഉണ്ടായത്. അവരുടെ
അവരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ മാജിക് മഷ്റൂം ഉപയോഗിച്ചിട്ട് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ തകർന്നു പോകുന്നതാണ്. അവർ ഭയങ്കര കളർഫുള്ളാണെന്ന് പറയുന്നത്. മാജിക് മഷ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ഛൻ മുഴുവൻ കളറാണെന്ന് പറയുന്നത്. കംപ്ലീറ്റ് കളർ. ഒരു പച്ച കളറാണെന്നുണ്ടെങ്കിൽ മുഴുവൻ പച്ച, അത് ഭയങ്കര പച്ചയായിരിക്കും. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിഡ്രോവൽ ഉണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പം ഇതാണ് വിഷയം. ഇങ്ങനെ പലതരത്തിലുള്ള ഡ്രഗുകൾ നമുക്ക് ലഭിക്കാനുണ്ട്. ചിലർ ഉറക്ക ഗുളികകളുണ്ടല്ലോ, അത് ഡ്രഗായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില വട്ടുഗുളിക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വട്ടുഗുളിക, അങ്ങനെ വട്ടുഗുളികൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് ഗുളികയാണ്, നമുക്ക് നമ്മുടെ മൂഡ് ഡിസോർഡറിന് വേണ്ടി കിട്ടുന്ന ഗുളികയാണ്. അത് ഒരു ഗുളികയ്ക്ക് ശരിക്കും 3 രൂപ 4 രൂപയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾ 10 രൂപ കൊടുക്കാനും 50 രൂപ കൊടുക്കാനും 100 രൂപ കൊടുക്കാനൊക്കെ തയ്യാറാണ്. അത് ഒരുമിച്ച് അങ്ങ് കഴിക്കും. വട്ടുഗുളിക ഒരുമിച്ച് കഴിച്ച് ബോധമില്ലാണ്ട് പോകുന്ന ആളുകൾ. അനസ്തറ്റിക് ഡ്രഗുകളുണ്ട്, നമ്മൾ ആശുപത്രിയിൽ അനസ്തേഷ്യ കൊടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ചില നേഴ്സുമാർ അങ്ങനെ അഡിക്റ്റായി പോയിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനും സംസാരിക്കാനൊക്കെ ആയിട്ട് അവർ വന്നിട്ടുമുണ്ട്. ഇങ്ങനെയുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആളുകളെ കാണുമ്പോൾ, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓപ്പിയോയിഡ്സ് ഉപയോഗിക്കുമ്പോൾ, അതായത് മെഡിക്കൽ ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രഗുകൾ ഉപയോഗിക്കുമ്പോൾ, ഫെൻറ്റാനിൽ എന്ന് പറയുന്ന ഡ്രഗ് അമേരിക്കയെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗാണ് ഫെൻറ്റാനിൽ. ഒരുപാട് മക്കൾ നശിച്ചു പോയിട്ടുള്ള ഡ്രഗാണ്. ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ കണ്ടുകിട്ടിയാൽ, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആൾ കണ്ട് 1 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് രക്ഷപ്പെടുമെന്ന് നിങ്ങളാരും വിചാരിച്ചേക്കരുത്. ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകുമ്പോൾ 1 മാസം നിർബന്ധമായും ഇങ്ങനെയുള്ള ആളുകളെ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. ഒരു മകൻ എങ്ങനെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് പറയാം? അവൻ്റെ അപ്പനെ വെട്ടാൻ പോയതാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. വെട്ടോത്തിക്കൊണ്ട് വെട്ടാൻ പോയ അവൻ അപ്പൻ ഓടി രക്ഷപ്പെട്ട് അവസാനം വീട്ടിലേക്ക് അവൻ തിരിച്ചു വന്ന് പോലീസിനെ കണ്ട് പേടിച്ച്, അങ്ങനെയാണ് അവൻ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വരുന്നത്. ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് ചുമ്മാ വരുമൊന്നുമില്ല. വായോ മോനെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ആളുകൾ വരില്ല. ഭയങ്കര റൂഡായിരിക്കും അവരുടെ പെരുമാറ്റം, ഭയങ്കര വയലൻ്റ് ആയിരിക്കും. എസ്പെഷ്യലി ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയിരിക്കും. പെൺകുട്ടികൾ ഒട്ടും മോശമല്ല. MDMA ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ വരെ ഇപ്പോൾ കിട്ടാനുണ്ട് എൻ്റെ പ്രിയമുള്ള. കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മണം വരും എന്നുള്ളതുകൊണ്ട് പെൺകുട്ടികളിൽ പല പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന സാധനമാണ് MDMA. സ്റ്റാമ്പ് ഉപയോഗിക്കുന്ന പെൺകുട്ടികളുണ്ട്. ഭയങ്കര വികാരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അമ്മേനൊക്കെ പറയുന്ന വാക്കുകൾ നമുക്ക് ചിന്തിക്കാൻ പറ്റും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. ഇത് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റിയ വാക്കുകളൊന്നുമല്ല. അതുപോലെയുള്ള വാക്കുകളാണ് അപ്പനും അമ്മേനൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സ്നേഹത്തോടെ വിളിച്ച് വാട കുട്ടാന്ന് പറഞ്ഞ് വിളിച്ചൊന്നും കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അവർ ശാന്തമായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അവരോട് സംസാരിക്കുക. ഒരു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കുക. സാധിക്കുമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കുക. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക. അവർ നിർദ്ദേശങ്ങൾ തരും. മോനെ, നീ ഈ തലത്തിൽ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നീ അങ്ങ് ഇന്ന ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് നീ പോകണം എന്ന് പറഞ്ഞ് നമ്മളെ വിടും. ഇതിന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയേ പറ്റൂ. മാസങ്ങളെടുക്കാം, ഒരു പക്ഷേ വർഷങ്ങളെടുക്കാം. ഞാൻ എൻ്റെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററുകളെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ US ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിനെ കുറിച്ച് പഠിക്കാനായിട്ട് അവരെനിക്ക് നമ്പറൊക്കെ തന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ എൻ്റെ അടുത്ത് 3 വർഷമാണ് ഡി അഡിക്ഷന് വേണ്ടിയിട്ട്, സിന്തറ്റിക് ഡ്രഗുകളുടെ മേലുള്ള ഡി അഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടൈം 3 വർഷമാണ്. 3 വർഷമായാൽ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വൈകാതിരിക്കുക. ഈ ഡ്രഗ് ഉപയോഗിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം വളരെ ഭീകരമായ സിനിമാ മേഖലകളിലൊക്കെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങൾ കണ്ട് നമ്മളെല്ലാവരും പേപ്പറിൽ അതൊക്കെ വായിച്ച് ഇരിക്കുന്ന ആളുകളാണ്. നമ്മൾ വിചാരിക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ എന്നാ. നമ്മുടെ സ്കൂളിലുണ്ട്, നമ്മുടെ കോളേജിലുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ വരെയുണ്ട്. നമ്മുടെ അടുത്ത് എത്തിയിട്ടില്ല എന്ന് വിചാരിക്കരുത്. നമ്മുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക. 7 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തുടങ്ങി ശ്രദ്ധിക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ കാര്യങ്ങളുണ്ട് കുഞ്ഞെ എന്ന് പറഞ്ഞു കൊടുക്കുക. ഒരു പൊടി കാണാം, വെളുത്ത പൊടിയാണ് MDMA, അത് വലിച്ച് കയറ്റരുതെന്ന് പറയുക. ഒരു സ്റ്റാമ്പ് കാണാം, ഇങ്ങനെ വെറുതെ വായിലിട്ട് ഇങ്ങനെ നുണഞ്ഞാൽ മതി എൻ്റെ പ്രിയമുള്ള സഹോദരൻ, നമുക്ക് കിക്കാവും 12 മണിക്കൂർ നേരത്തേക്ക്, പിന്നെ ബോധം ഉണ്ടാവില്ല. കഞ്ചാവ് മിഠായികളുണ്ട്, കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. പരിചയമില്ലാത്ത ഒരാൾ എന്ത് തന്നാലും, ഇനി കൂട്ടുകാരാണ് എന്ത് തന്നാലും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പുറത്തുനിന്ന് കഴിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ കഴിക്കാമല്ലോ, വീട്ടിൽ വന്ന് നീ കഴിച്ചാൽ മതി. നീ പാർട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാക്സിമം പോകാതിരിക്കുക. ഒരു കുട്ടി വീട്ടിൽ 9 മണിക്ക് മുമ്പ് എത്തണമെന്ന് വാശി പിടിക്കുക. 9 മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് നീ 9 മണി കഴിഞ്ഞിട്ട് വരാൻ പാടില്ല. 9 മണിക്ക് മുമ്പ് നീ വീട്ടിലെത്തണം. അതെപ്പോഴാണ് പറയേണ്ടത്? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവൻ അപ്പനെ വെട്ടും.
എന്നെ പ്രിയമുള്ള സഹോദരൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ല, പോയി പണി നോക്കണമെന്ന് പറയും അപ്പൻ്റെ അടുത്ത്. അത്രയും റൂഡാവും അവരുടെ പെരുമാറ്റമൊക്കെ. അതിനൊക്കെ മുമ്പേ കുഞ്ഞുങ്ങളെ ഫോം ചെയ്യാൻ നിങ്ങൾ മറക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. MDMAയുടെയും കെമിക്കൽ ഡ്രഗുകളുടെയും കെട്ടുകളിൽ പെട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് മക്കളെ ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാട് പോകുന്ന വലിയൊരു വേദനയുണ്ട്. കല്യാണം കഴിക്കുന്ന സ്ത്രീക്ക് പറ്റില്ല അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ MDMA ഉപയോഗിക്കുന്ന ആളാണെന്ന്. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറ അറിയില്ല, പെട്ടുപോകും. കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ MDMA ഉപയോഗിക്കുന്ന ആളാണെന്ന് അറിയില്ല, ഭയങ്കര ഇത് ഉപയോഗിച്ച് ഇടപെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെക്കാൾ നന്നായി ഇടപെടുന്ന ആളില്ലെന്ന് നമുക്ക് തോന്നും. അത്രയും സൗഹൃദം കാണിക്കും. എന്തൊരു ഡേഞ്ചറാണല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തലച്ചോറ് ചണ്ടിയായി പോവും. ഈശോയെ ഈ കെട്ട് അങ്ങ് സമർപ്പിക്കുകയാണ്. ഈശോയെ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല. ഈശോയെ ഞങ്ങൾക്ക് നിരാശയുടെ വലിയ ഒരു കുത്തനെയുള്ള ഒരു കുഴി ഞങ്ങൾ കാണുകയാണ് കർത്താവേ. MDMA ഉപയോഗിക്കുന്ന കുട്ടികൾ വീഴുന്ന കുഴിയാണത്. അതിൽ നിന്ന് അവരെ കോരിയെടുക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. വേറെ ഒന്നിനും സാധിക്കുകയില്ല. അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന മരുന്നും അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന തെറാപ്പിയും ഒക്കെ നല്ലതാ. എന്നാലും കർത്താവേ ഈ മക്കളെ അങ്ങ് കോരിയെടുക്കണമേ, കോരിയെടുത്ത് അങ്ങ് പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കെട്ടുകളെയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ശാസിച്ച് അട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വലിയ ഒരു പ്രാർത്ഥനയിലേക്ക്, ആരാധനയിലേക്ക്, ഇങ്ങനെയുള്ള മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലേക്ക് പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുമേശുവേ ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്ത് പൊൻകച്ചയണിഞ്ഞും കാണുമേശുവേ അധികാരമുള്ളവനെ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നിയോഗനേശുവേ ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തി ആരാധിച്ച് ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നിയോഗനേശുവേ ആരാധന ആരാധന. യേശുവേ നീ തുറന്നാൽ ആർക്കും അടയ്ക്കാനാവില്ല, നീ അടച്ചാൽ ആർക്കും തുറക്കാനാവില്ല. നീ ആദ്യനാണ്, അന്ത്യമാണ്, ആൽഫയാണ്, ഒമേഗയാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ ഈശോയെ അങ്ങയുടെ കരങ്ങളിലാണ്. അങ്ങയെ തോൽപ്പിക്കാൻ ഒന്നിനും സാധിക്കുകയില്ല. എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ള, എല്ലാറ്റിൻ്റെയും മേൽ അവകാശമുള്ള, ആർക്കു വേണ്ടി എല്ലാം സൃഷ്ടിക്കപ്പെട്ടുവോ, ആരാൽ എല്ലാം നിലനിൽക്കുന്നുവോ, ആ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ കൊളോസോസ് 1-ാം ലേഖനത്തിൽ പറഞ്ഞതുപോലെ ആർക്കു വേണ്ടി എല്ലാം സൃഷ്ടിക്കപ്പെട്ടുവോ ആ ക്രിസ്തുവിനെ ഈ സമയം ആരാധിക്കുന്നു. രൂപവും ഭാവവും
എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആദ്യനും അന്ത്യനും യേശുവേ, നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നിയോഗ്യനേശുവേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോടങ്ങ് ലയിക്കുക, ഈശോടങ്ങ് ഒന്നാവുക, ഈശോയോടങ്ങ് ഒട്ടിച്ചേരുക. അങ്ങനെ ഈശോയെ ആരാധിക്കുക. ഈ സമയത്ത് നമ്മുടെ ജീവിതം മുഴുവൻ സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു കാണിക്ക പോലെ സമർപ്പിച്ച്, എത്ര മനോഹരമാണത്! ഒരു കാണിക്ക പോലെ. ആ വിധവ 2 ചെമ്പുത്തൊട്ട് കാണിക്കയായി കൊടുത്തപ്പോൾ ഈശോ പറഞ്ഞു, അവളെ ഏറ്റവും അധികം നിക്ഷേപിച്ചു. കാരണം അവൾ നിക്ഷേപിച്ചതിൽ അവളുടെ ഹൃദയം ഉണ്ടായിരുന്നു, അവളുടെ ജീവിതം ഉണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മളതുപോലെ നിക്ഷേപിക്കണം ഈശോയുടെ മുമ്പിൽ, ഒട്ടിച്ചേർന്ന് നിൽക്കണം ഈശോയോട്. എല്ലാം അങ്ങ് ഈശോയ്ക്ക് കൊടുക്കണം. അതിൻ്റെ അടയാളമായി നിങ്ങൾക്ക് സാധിക്കുന്നവർ മുട്ടിമേൽ നിൽക്കുക, അല്ലാത്തവർ ഇരിക്കുക. നിങ്ങളുടെ ശിരസ് തറയിൽ മുട്ടിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ ശിരസ് നമിക്കുക. യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി ആരാധിച്ച് എൻ്റെ ജീവിതം ഒരു കാണിക്കയായി ഈശോയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ സമയത്ത് നമ്മളെല്ലാ തരം സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഡ്രഗുകൾ മെഡിക്കൽ യൂസിനല്ലാതെ അബ്യൂസ് ചെയ്യുന്ന, അതിനടിമകളായി പോയ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ നമ്മോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കൊരു അപ്പ ഉണ്ട്, നിങ്ങൾക്കൊരു അപ്പ ഉണ്ട്, നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമാണ്. ഞാൻ ഒന്നായിരിക്കുന്ന എൻ്റെ അപ്പ ദൈവം, പിതാവായ ദൈവം. അങ്ങനെ കർത്താവ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്, നമുക്കൊരു അപ്പ ഉണ്ടെന്ന്. ഈ മക്കൾക്കെല്ലാം നഷ്ടപ്പെടുന്ന എന്താണെന്ന് അറിയാമോ? ഒരു അപ്പമാണ്. അപ്പ ചെയ്യുന്നത് എന്നാ? ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ അപ്പയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പ ചെയ്യുന്നത് ശിക്ഷണം നൽകുന്നു, സ്നേഹത്തോടെ ശിക്ഷണം നൽകുന്നു. ശിക്ഷണം ലഭിക്കാത്തവർ ജാരസന്തതികളാണ്, അവർക്ക് അപ്പ ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പിതാവ് സാക്ഷാൽ കൃഷിക്കാരനാണ്, എൻ്റെ അപ്പ വെട്ടി ഒരുക്കും. അപ്പ മുന്തിരിച്ചെടി വെട്ടി ഒരുക്കും. വെട്ടി ഒരുക്കാത്ത അപ്പ പിതാവല്ല. ഈശോ പഠിപ്പിച്ചു തരിക, ഇങ്ങനൊരു ഡിസിപ്ലിൻ, ഇങ്ങനൊരു വെട്ടിയൊരുക്കൽ നടത്തുന്ന ആളാണ് അപ്പ.
ഇങ്ങനെ വചനം പറയുന്നു, ഫലമില്ലാത്ത ചില്ലകൾ അവിടുന്ന് വെട്ടിക്കളയും. അങ്ങനെ ആ വൃക്ഷത്തെ ഏറ്റവും ബെസ്റ്റാക്കി മാറ്റുന്ന ആളാണ് അപ്പ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തകർന്നു തരിപ്പണമായി പോയ ഈ മക്കളെ, ലഹരി ഉപയോഗിക്കുന്ന, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന മക്കളെയും അവരുടെ കുടുംബത്തെയും എല്ലായിടത്തും വെട്ടിയൊരുക്കലുകൾ ആവശ്യമുണ്ട്. അപ്പ വരണം, അപ്പ വേണം. കുടുംബത്തിനൊരു അപ്പ ഇല്ലാത്ത പോലെ ഒരു കുടുംബം ആയിത്തീരരുത്. രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വതന്ത്രമായി എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാവോ? അപ്പൻ്റെ വലിയൊരു അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി. ഹല്ലേലൂയ, ആരാധന. അപ്പ ആരാധിക്കുന്നു. അപ്പ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പ ഇറങ്ങി വരണമേ. അപ്പ വെട്ടിയൊരുക്കുന്ന, ശിക്ഷണം നൽകുന്ന, ആവശ്യമില്ലാത്ത ചില്ലകൾ മുറിച്ചു മാറ്റുന്ന, രോഗബാധിതമായത് ചില്ലകൾ വെട്ടിക്കളഞ്ഞ് ആ മരത്തെ സംരക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ മക്കളിൽ രോഗബാധ സംഭവിച്ച MDMA ലഹരി മുതലായ ലഹരികൾ ഉപയോഗിക്കുന്ന, സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആ ചില്ല കർത്താവ് അങ്ങ് വെട്ടിക്കളയണമേ. ഈശോയെ, ആ വൃക്ഷത്തെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. അപ്പൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപ്പൻ്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു കൊതിയോടെ പ്രാർത്ഥിക്കുന്നു. അപ്പ ഉണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും മക്കൾക്ക് അപ്പൻ്റെ സംരക്ഷണവും ശിക്ഷണവും ലഭിക്കാതെ പോയതിൻ്റെ കുറവ് ഈ സമയം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ അഭിഷേകം ലഭിക്കട്ടെ, അപ്പൻ്റെ കൃപ ലഭിക്കട്ടെ, അപ്പൻ്റെ വലിയൊരു സംരക്ഷണം ലഭിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. സ്നേഹത്തോടെ പാടാം. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാ. ഒരു ഭവനമാകുന്നത് അവിടെ അപ്പ ഉണ്ടാകുമ്പോഴാണ്, അപ്പ ഉള്ളപ്പോഴാണ്. മക്കളെ, നമ്മുടെ ഉള്ളിലെല്ലാം വലിയൊരു വാക്വം ഉണ്ട്, വലിയൊരു വാക്വം, ഒരു ശൂന്യത. അതാർക്ക് വേണ്ടിയുള്ള ശൂന്യതയാണെന്നറിയാവോ? അത് അപ്പന് വേണ്ടിയുള്ള ദാഹമാണ്. അപ്പൻ്റെ പൊന്നുമോനാകാൻ, പൊന്നുമോളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. പിതാവായ ദൈവത്തിൻ്റെ മക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ സമയത്ത് അതിൽ നിന്ന് വളരെയധികം അകലെ പോയ എല്ലാ മക്കളെയും സമർപ്പിക്കുക. പ്രത്യേകിച്ച് മാനസികമായ രോഗബാധ ഉണ്ടായിട്ടുള്ള, ലഹരി ഉപയോഗിച്ച് മാനസിക രോഗബാധ വരെ ഉണ്ടായിട്ടുള്ള മക്കളുണ്ട്. ഇടം വലം ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയ മക്കളുണ്ട്. അപ്പനും അമ്മേനെയും തിരിച്ചറിയാൻ പറ്റാത്ത, സഹോദരനെയും തിരിച്ചറിയാൻ പറ്റാത്ത മക്കളുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്ന തരത്തിൽ മനസ്സ് അധപ്പതിച്ചു പോയ മക്കളുണ്ട്.
ഇവിടേക്കെല്ലാം അപ്പൻ്റെ ശിക്ഷണം നൽകുന്ന കരം കടന്നു വരണം മക്കളെ. ശിക്ഷണം നൽകുന്ന കരം കടന്നു വരണം. നമുക്ക് സ്നേഹമുള്ള അപ്പനെ ശിക്ഷണം തരികയുള്ളൂ. ആ ശിക്ഷണം തരുന്ന കരം കടന്നു വരണം. ഒരു പക്ഷെ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാത്തവരാകാം. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ദാഹമുണ്ട്, ഒരു അപ്പന് വേണ്ടിയുള്ളൊരു ദാഹം. നമുക്കൊരു ശിക്ഷണം വേണം. നമ്മുടെ പ്രിയപ്പെട്ടവരായ ഒരു പക്ഷേ ഈ ലഹരികളൊക്കെ ഉപയോഗിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ മക്കളെ, യേശു ക്രിസ്തു ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണ് ലഹരി ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും എൻ്റെ പ്രിയമുള്ള മക്കളെ, യേശു ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്കും ഒരു ശിക്ഷണം ലഭിക്കണം. നമുക്കെല്ലാവർക്കും ഒരു അപ്പന് വേണ്ടിയുള്ള ദാഹമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു ദാഹമുണ്ട്. അത് വന്നാലേ, ആ ദാഹം ശമിച്ചാലേ മക്കളെ, എൻ്റെ ഉള്ള് ഒരു കുടുംബമാവുകയുള്ളൂ. അല്ലെങ്കിൽ അതൊരു ബിസിനസ്സായി മാറും. അപ്പനില്ലാത്ത സ്ഥലമാണ് കട. ഒരു ബിസിനസ്സിൽ അപ്പനില്ല. ഭവനത്തിലാണ് അപ്പനുള്ളത്. ബിസിനസ്സിൽ ബിസിനസ്സുകാരേ ഉള്ളൂ. കൊടുക്കൽ വാങ്ങലുകളും ലാഭവും നഷ്ടവും ഉള്ളൂ. എന്നാൽ ഭവനത്തിൽ അപ്പ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ അപ്പൻ്റെ സാന്നിധ്യത്താൽ നിറയാനായി ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളൊന്ന് സ്വതന്ത്രമായി സ്തുതിക്കാവോ? എൻ്റെ ഉള്ളിലെ ദാഹം മാറട്ടെ. അപ്പന് വേണ്ടിയുള്ള ദാഹം യേശുവിന്റെ നാമത്തിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അപ്പ വന്ന് എൻ്റെ ഉള്ളിൽ നിറയട്ടെ. അപ്പ എന്ന് വിളിക്കട്ടെ, സ്നേഹപൂർവ്വം വിളിക്കട്ടെ. എൻ്റെ അപ്പാ, എൻ്റെ അപ്പ. എനിക്കൊരു അപ്പാവുണ്ട്. എന്നെ ശിക്ഷണം നൽകി രൂപപ്പെടുത്തുന്ന ഒരു അപ്പാവുണ്ട്. യേശയ്യയുടെ പ്രവചനത്തിൽ പറയുകയാണ്, ഞാൻ കളിമണ്ണും എൻ്റെ പിതാവ് കുശവനുമാണ്. ദൈവമാണ് ആ പിതാവ്. അപ്പ രൂപപ്പെടുത്തുന്ന ആളാണ്. ചവിട്ടി കുഴച്ച് മെതിച്ച് വെള്ളം ചേർത്ത് നിന്നെ രൂപപ്പെടുത്തുന്നത് നിന്റെ അപ്പ. അപ്പാണ്. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിലും നിൻ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ നിൻ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ. ഈശോപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാ എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. എന്നെ സ്നേഹിച്ചിടുന്ന, എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. ഈ സമയത്ത് മക്കളെ, ഒരു കൊച്ചു കുഞ്ഞായി നിങ്ങൾ മാറണം. പ്രത്യേകിച്ച് ഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, വലിയ വേദനയിലൂടെ, കുടുംബത്തിൽ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആളുകൾ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ആദിയിൽ കടന്നു പോകുന്ന മാതാപിതാക്കൾ, അവരെല്ലാവരും ഈ സമയം നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ കൊച്ചു കുഞ്ഞാവുക. എന്നിട്ട് കർത്താവിൻ്റെ മടിയിലേക്ക്, അപ്പൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞ് പോകുന്നത് പോലെ നിങ്ങൾക്കൊന്ന് പോകാൻ പറ്റുമോ? അപ്പം നിങ്ങളെ ചേർത്ത് പിടിക്കണം. ഈ സമയത്ത് അപ്പ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഒരു കൊച്ചു കുഞ്ഞിനെ അപ്പൻ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അമ്മ ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കൊച്ചു കുഞ്ഞ് അപ്പൻ്റെ അമ്മയുടെയും എടുത്ത് ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ദൈവം നമ്മളെ പിടിക്കുന്നത് നിങ്ങൾ ഈ സമയം അനുഭവിക്കണം. ഒരുപക്ഷെ വലിയ വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗുകൾ ഉപയോഗിക്കുന്ന ആളുകൾ കുടുംബത്തിൽ വയലൻസ് കാണിക്കും, ഭയങ്കര ഇറിറ്റേഷൻ കാണിക്കും, വെറുപ്പ് കാണിക്കും, ദേഷ്യം കാണിക്കും.
ഒരു പക്ഷേ അപ്പനെയും അമ്മേനെയും അടിച്ച മക്കൾ വരെയുണ്ട്, ധാരാളം പേരുണ്ട്. അപ്പനമ്മേനെയും വെട്ടിയ ആളുകളുണ്ട്, കുത്തിയ ആളുകളുണ്ട്, ജീവിത പങ്കാളിയെ മാരകമായി ഉപദ്രവിച്ച് പരിക്കേൽപ്പിച്ച ആളുകളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളെ വരെ നശിപ്പിക്കത്തക്ക രീതിയിൽ മനസ്സ് ഭീകരമായി പോയ ആളുകളുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ നിൽക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് ശക്തി വേണം, ബലം വേണം. അത് അപ്പ തരും, അപ്പ തരും. മക്കൾ നല്ലത് ചോദിച്ചാൽ ദുഷ്ടരായ നിങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് അറിയാം. അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ടതെന്ന് അറിയാം. എന്നിട്ട് വചനം എങ്ങനെ പറയാം? ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ തിരുവചനം പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും, എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. മക്കളെ, രണ്ട് കരങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ഉയർത്തിപ്പിടിച്ച് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞ് അപ്പനെ നോക്കി അപ്പാ എന്ന് വിളിക്കുന്നത് പോലെ വിളിച്ച്, അപ്പാ എന്ന് വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ വലിയൊരു അഭിഷേകം, അപ്പൻ്റെ അഭിഷേകം, അപ്പൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. അപ്പാ തന്നെ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. നിന്നോട് ചോദിക്കും, എന്താണ് നിന്റെ കുറവ്? ഈ ഭവനത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ഭവനത്തിന് വേണ്ടി എന്ത് നന്മയാണ് ഞാൻ നൽകേണ്ടത്? ഞാൻ എന്ത് കൃപയാണ് ഈ ഭവനത്തിന് വേണ്ടി നൽകേണ്ടത് എന്ന് അപ്പ ചോദിക്കുമ്പോൾ, മക്കളെ, ഒരു കൊച്ചു കുഞ്ഞ് അപ്പയോട് പറയുന്നത് പോലെ, അപ്പ എനിക്ക് വയ്യപ്പ, അപ്പ എനിക്ക് വാവുണ്ടപ്പ, അപ്പ എനിക്ക് തലവേദന ഉണ്ട്, അപ്പ എനിക്ക് വയറുവേദന ഉണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ പറയില്ലേ? അതുപോലെ നിങ്ങൾ അപ്പയുടെ അടുത്തൊന്ന് പറഞ്ഞു നോക്കിക്കേ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. വലിയൊരു അഭിഷേകം ഈ സമയം അപ്പാ പിതാവ് ഈ സമൂഹത്തിൽ വർഷിക്കുകയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളൊരു ഫോണിലൂടെ ആയിരിക്കും ഇത് കാണുന്നുണ്ടാവുക, ടി വിയിലൂടെ ആയിരിക്കും കാണുന്നുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുകയുള്ളൂ. എവിടെയായാലും കുഴപ്പമില്ല. ഈ സമയത്ത് ഒരപ്പൻ്റെ അഭിഷേകം. അപ്പ ഒരു കുഞ്ഞ് എനിക്ക് തലയിൽ വാവുണ്ട് എന്ന് പറയുമ്പോൾ അപ്പ ആ കുഞ്ഞിൻ്റെ നിറകയിൽ ഒരു ചുംബനം കൊടുത്ത് പറയും, വിഷമിക്കണ്ട കേട്ടോ. ആ കുഞ്ഞ് കരയുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണീര് കൊടുത്ത് കവിളിലൊരു ഉമ്മ കൊടുത്തിട്ട് അപ്പ പറയും, വിഷമിക്കണ്ട കേട്ടോ വാവേ കുഞ്ഞെ. അതുപോലെ അപ്പ ഈ സമയം നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സമയം നിങ്ങളുടെ കണ്ണുനീര് തുടച്ച് നിങ്ങളുടെ നെറ്റിയിൽ ഉമ്മ തന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. അപ്പൻ്റെ അഭിഷേകം നൽകുകയാണ്. പിന്നെ അപ്പൻ വേണ്ടതെല്ലാം ചെയ്യും. എന്താണോ വേണ്ടത് അത് മുഴുവൻ അപ്പ ചെയ്യും, അല്ലേ? ഒരു കുഞ്ഞ് പറഞ്ഞാൽ മാത്രം മതി, ബാക്കിയെല്ലാം അപ്പ ചെയ്യും. അപ്പയ്ക്കറിയാം. ഈ സമയം സമർപ്പിക്കുകയാണ് അപ്പൻ്റെ കൈകളിലേക്ക്. ലഹരിയുടെ ഉപയോഗം മൂലം തകർന്ന കുടുംബങ്ങളെയും, ലഹരിയുടെ ഉപയോഗം മൂലം തകർന്ന ജീവിതങ്ങളെയും, അതിൻ്റെ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രവൃത്തികൾ മൂലം ദുരനുഭവം നേരിടുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. ഈ സമയം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ ആത്മമാരിയാൽ നനച്ചിടണേ ആത്മശക്തിയാൽ കരുത്തേകണേ വിളവെടുപ്പിൻ കാലമല്ലേ നൂറുമേനി വിളയായി ഫലമേകണേ വിളവെടുപ്പിൻ കാലമല്ലേ ഫലം ചൂടി നിൽക്കാൻ കൃപയേകണേ നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.